നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 4 വർഷത്തിനിടെ മൂന്നാമതും ബീഹാറിൻ്റെ ചരിത്രത്തിൽ തുടർച്ചയായ 9ാം വട്ടവും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇന്ന് രാജിവെച്ച നിതീഷ് കുമാർ. പൊതുതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ 2 വർഷം മുമ്പ് ബന്ധം ഉപേക്ഷിച്ച BJPയുമായി വീണ്ടും കൈകോർക്കാൻ ഒരുങ്ങുകയാണ് നിതീഷ്. 2013 മുതൽ BJPക്കും കോൺഗ്രസിനും RJDക്കും ഇടയിൽ ചാഞ്ചാടി കളിക്കുന്ന നിതീഷിൻ്റെ പുതിയ നീക്കവും ആരെയും അമ്പരപ്പിക്കുന്നില്ല. പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയുടെ നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം സ്വപ്നം കണ്ടിരുന്ന നിതീഷ് ആ സാധ്യത അടയുന്നുവെന്ന ബോധ്യത്തിലാണ് പുതിയ ചുവടുമാറ്റത്തിന് തയ്യാറായതെന്നാണ് സൂചന. കഴിഞ്ഞ 13-ന് ചേർന്ന ഇന്ത്യ മുന്നണി നേതൃയോഗത്തിൽ കൺവീനർ സ്ഥാനത്തേക്ക് നിതീഷിൻ്റെ പേര് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിർദ്ദേശിക്കുകയും ലാലു പ്രസാദ് യാദവും ശരത് പവാർ ഉൾപ്പെടെ മിക്ക നേതാക്കളും അനുകൂലിക്കുകയും ചെയ്തു. എന്നാൽ നിതീഷിനെ അംഗീകരിക്കാത്ത പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. മമതയുമായി ചർച്ച ചെയ്ത് യോജിപ്പിലെത്തിയ ശേഷം കൺവീനറെ പ്രഖ്യാപിച്ചാൽ മതിയെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിലപാട്. നിതീഷ് ഇന്ത്യ മുന്നണി വിട്ട് വീണ്ടും NDA മുഖ്യമന്ത്രിയാകുമെന്ന അഭ്യൂഹങ്ങൾ ആളിക്കത്തിച്ച് നിരവധി നിർണായക മാറ്റങ്ങൾ ഭരണതലത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി. 79 IPS ഉദ്യോഗസ്ഥരെയും 45 ബീഹാർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ഉദ്യോഗസ്ഥരെയുമാണ് ഒറ്റയടിക്ക് സ്ഥലം മാറ്റിയത്. നിതീഷുമായുള്ള സഖ്യനീക്കം പരസ്യമായി സ്ഥിരീകരിച്ചിരിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ സമ്രാട് ചൗധരി തയ്യാറായില്ലെങ്കിലും അണിയറ ചർച്ചകൾ സജീവമാണ്. JDUവിനൊപ്പം ഭരണം പങ്കിടുന്ന RJDയും കോൺഗ്രസും നിതീഷിൻ്റെ പുതിയ നീക്കത്തെ തുടർന്ന് നിയമസഭാ കക്ഷി യോഗങ്ങൾ വിളിച്ചു ചേർത്തു. എന്നാൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗമെന്നാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വിശദീകരണം. പുതിയ സർക്കാർ രൂപീകരിക്കാൻ നിതീഷിന് പിന്തുണ നൽകുന്ന കത്തുകൾ ഇന്നലെ ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗം MLAമാരിൽ നിന്ന് വാങ്ങിയതായിട്ടാണ് സൂചന. ഇന്ന് രാവിലെ 10-ന് JDU നിയമസഭാ കക്ഷി യോഗം നിതീഷും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജനതാദളിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച നിതീഷ് 1985-ൽ ആദ്യമായി ബീഹാറിൽ MLA ആയി. 1994-ൽ സോഷ്യലിസ്റ്റ് നേതാവ് ജോർജ് ഫെർണാണ്ടസുമൊത്ത് സമതാ പാർട്ടി രൂപീകരിച്ചു. 1996-ൽ ലോക്സഭാംഗമായ നിതീഷ് AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിൽ കേന്ദ്രമന്ത്രിയായി. 2003-ൽ സമതാ പാർട്ടി ജനതാദൾ യുവിൽ ലയിച്ചതോടെ ആ പാർട്ടിയുടെ അമരക്കാരനായി നിതീഷ് മാറി. 2005-ൽ NDA ബീഹാറിൽ ഭൂരിപക്ഷം നേടുകയും നിതീഷ് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. 2010-ലും ഈ സഖ്യം വിജയം ആവർത്തിച്ചു. എന്നാൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിൽ പ്രതിഷേധിച്ച് 2013-ൽ നിതീഷ് BJPയുമായി തെറ്റിപ്പിരിഞ്ഞു. തുടർന്ന് രാഷ്ട്രീയ ജനതാദളുമായും കോൺഗ്രസുമായും കൈകോർത്ത് UPAയുടെ ഭാഗമായി. 2014-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ മോദി അധികാരത്തിലെത്തുകയും ബീഹാറിൽ JDUവിന് കനത്ത തിരിച്ചടി നേരിടുകയും ചെയ്തതോടെ നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. പകരം ജിതൻ റാം മാഞ്ചിയെ മുഖ്യമന്ത്രിയാക്കി. എന്നാൽ തൊട്ടടുത്ത വർഷം തന്നെ മാഞ്ചിയെ മാറ്റി നിതീഷ് വീണ്ടും മുഖ്യമന്ത്രി കസേര ഏറ്റെടുത്തു. 2017-ൽ അഴിമതി ആരോപിച്ച് RJDയുമായുള്ള ബന്ധം വേർപെടുത്തി തിരികെ NDA കൂടാരത്തിലെത്തി. 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDUവിനേക്കാൾ കൂടുതൽ സീറ്റ് BJP നേടിയെങ്കിലും നിതീഷിനെ തന്നെ മുഖ്യമന്ത്രിയാക്കി. തുടർന്ന് 2022-ൽ BJPയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് RJDക്കൊപ്പം പുതിയ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 വർഷത്തിനിടെ അതേ BJPയുമായി ചേർന്ന് രണ്ടാമതും മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ് നിതീഷ് വീണ്ടും BJPയുമായി കൈകോർക്കുകയാണെന്ന അഭ്യൂഹങ്ങളോട് മുൻ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സുശീൽ കുമാർ മോദിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: രാഷ്ട്രീയത്തിൽ ഒരു വാതിലും അടഞ്ഞു കിടക്കുന്നില്ല, ആവശ്യമുള്ളപ്പോൾ തുറന്നു കയറാം. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ലീഡർ കരുണാകരൻ പറഞ്ഞതാണ്, രണ്ടും എപ്പോഴും 4 ആകണമെന്നില്ല, അത് 5 ആകാം, 3 ആകാം. അതുതന്നെയാണിപ്പോൾ ബീഹാറിലും നടക്കുന്നത്.